പേശാമടന്തയുടെ ആവശ്യപ്രകാരം ഒരു തോഴി വന്ന് ഇടയ്ക്കുള്ള തിരശ്ശീല മാറ്റിയപ്പോൾ വിക്രമാദിത്യൻ തൻ്റെ എതിർവശത്തിരുന്നിരുന്ന അമ്മയെയും മകളെയും കണ്ടു. പക്ഷെ അദ്ദേഹം തെല്ലുനേരത്തേക്ക് നിരാശനായി. കാരണം പേശാമടന്ത് തൻ്റെ തലയും മുഖവും ഒരു തുണി കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. മുഖം കാണാനാകാതിരുന്ന നിരാശ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ഇരുന്നു. ബന്ധനമുക്തമായ തിരശ്ശീല കഥ പറയാൻ ആരംഭിച്ചു. കുന്തളേശ്വര രാജാവിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഓരോ പുത്രന്മാരുമുണ്ടായിരുന്നു. മന്ത്രിപുത്രൻ്റെ പേര് വിശ്വവസുവും രാജകുമാരൻ്റെ പേര് കൃഷാനു എന്നുമായിരുന്നു. അവർ ഒരുമിച്ചാണ് പഠിച്ചതും വളർന്നതും. രണ്ടുപേരും ആത്മാർത്ഥ മിത്രങ്ങളായിരുന്നു. മന്ത്രിപുത്രന് തൻ്റെ മിത്രമായ രാജകുമാരൻ ജീവനേക്കാൾ പ്രിയനായിരുന്നു. ഒരിക്കൽ അവർ രണ്ടുപേരും കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് കാട്ടിൽ നായാട്ടിന് പോയി. വനാന്തർഭാഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാനന ഭംഗി കണ്ട് അവർ നായാട്ടിൻ്റെ കാര്യം തന്നെ മറന്നുപോയി. വനത്തിലൂടെ ഒരുപാട് ചുറ്റിക്കറങ്ങിയ ശേഷം അവർ താഴ്വരയിൽ ഒരു മലയോര ഗ്രാമത്തിൽ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിനടുത്ത് ആൽമര ചുവട്ടിൽ വിശ്രമിക്കാൻ ഇരിക്കുകയും ചെയ്തു. ക്ഷീണം കൊണ്ട് രാജകുമാരൻ പെട്ടെന്ന് തന്നെ അവിടെ കിടന്നുറങ്ങിപ്പോയി. മന്ത്രികുമാരൻ അവിടം ഒന്ന് ചുറ്റി നടന്ന് കാണുന്നതിനായി ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തേക്ക് നടന്നു. സുന്ദരമായ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് വിശ്വവസു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു കൽത്തറയിൽ അതിസുന്ദരിയായ ഒരു കന്യകയുടെ രൂപം കാണാനിടയായി. ഏതോ ഒരു അസാധാരണ കഴിവുള്ള ശില്പി തീർത്ത പ്രതിമയായിരുന്നു അത്. ജീവൻ തുടിക്കുന്ന ആ സ്ത്രീരൂപം നോക്കിക്കൊണ്ട് അയാൾ കുറച്ചു നേരം അവിടെ നിന്നു. കൃഷാനു എങ്ങാനും ഈ പ്രതിമ കാണാൻ ഇടയായാൽ അപകടമാണെന്ന് വിശ്വവസുവിന് അറിയാം. കാരണം സ്ത്രീ സൗന്ദര്യം അവൻ്റെ ഒരു ബലഹീനതയാണ്. അവനിൽ നിന്നും ഈ പ്രതിമയെ എങ്ങനെ മറയ്ക്കാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ രാജകുമാരൻ ആൽമരച്ചോട്ടിൽ നിന്നും വിളിക്കുന്നത് കേട്ടു. മന്ത്രികുമാരൻ വേഗം അവൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അപ്പോഴേക്കും രാജകുമാരൻ അന്വേഷിച്ചു വരുന്നുണ്ടായിരുന്നു. വിശ്വവസു, നീ എവിടെ പോയിരിക്കുകയായിരുന്നു? രാജകുമാരൻ ജിജ്ഞാസയോട് ചോദിച്ചു. ഞാൻ ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് കരുതി വന്നതാണ്. ഓ, അങ്ങനെയോ? എന്നാൽ ഞാനും ഒന്ന് കറങ്ങിയിട്ട് വരാം. താൻ പോയി ആ ആൽമരച്ചുവട്ടിൽ വിശ്രമിച്ചോളൂ. ഞാൻ ഉടനെ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജകുമാരൻ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. മന്ത്രികുമാരൻ ആൽത്തറയിൽ വന്നിരുന്നു. പിന്നെ ക്ഷീണം കൊണ്ട് അവിടെ തന്നെ ഉറങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോൾ നേരം ഏറെയായിരുന്നു. രാജകുമാരൻ എത്തിയിട്ടുമില്ല. ഉടനെ തന്നെ അയാൾ രാജകുമാരനെ തേടി പുറപ്പെട്ടു. ഊഹിച്ച പോലെ തന്നെ ആ ശിലാപ്രതിമയ്ക്ക് മുമ്പിൽ ഒരു യാചകനെ പോലെ നിൽക്കുന്നു. സുന്ദരി, ആ പൂ എനിക്ക് തരാമോ എന്ന് ഇടയ്ക്കിടെ ചോദിക്കുന്നുമുണ്ട്. മന്ത്രികുമാരൻ പലതവണ വിളിച്ചിട്ടും രാജകുമാരന് അനക്കമില്ല. തനിക്ക് ഇവളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് രാജകുമാരൻ ശഠിച്ചു. ഏതോ ഒരു യുവതിയുടെ രൂപത്തിലുള്ള പ്രതിമയാണത്. പക്ഷേ ആ യുവതിയെ എവിടെ പോയി അന്വേഷിക്കും? ഒരു പക്ഷേ എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷേ അവരെ എവിടെ പോയി അന്വേഷിക്കും? കൃത്യതയോടെ ആര് പറഞ്ഞു തരും എന്നെല്ലാം ഓർത്തു നിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിലെ മണിയൊച്ച കേട്ടത്. നട തുറക്കാനെത്തിയ ശാന്തിക്കാരനെ കണ്ട് കൃഷാനു ആ കൽപ്രതിമയെപ്പറ്റി തിരക്കി. കുറേ നാളുകൾക്ക് മുമ്പ് ഉത്തമൻ എന്നു പേരുള്ള ഒരാൾ ചോളനാട്ടിൽ നിന്നും ഇവിടെ വന്നിരുന്നു. അയാൾ മെനഞ്ഞ ശില്പമാണത്. അയാളെ കണ്ടാൽ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും, ശാന്തിക്കാരൻ പറഞ്ഞു. സ്വന്തം ജീവനേക്കാൾ വില കൽപ്പിക്കുന്ന തൻ്റെ സുഹൃത്തിനു വേണ്ടി ആ പ്രതിമയുടെ സൗന്ദര്യമുള്ളവൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കണ്ടെത്തി സുഹൃത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അതാണ് തൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടമെന്ന് മന്ത്രികുമാരനായ വിശ്വവസു കരുതി. അയാൾ തൻ്റെ കഴുത്തിൽ കിടന്ന വജ്രമാല ഊരി ശാന്തിക്കാരന് നൽകിക്കൊണ്ട് പറഞ്ഞു. ഞാനൊരു യാത്ര പോകുന്നു. തിരിച്ചു വരുന്നതുവരെ രാജകുമാരനെ സംരക്ഷിക്കണം. ഒന്നിനും ഒരു കുറവുകൾ വരാതെ തന്നെ നോക്കണം. ശാന്തിക്കാരൻ സമ്മതിച്ചു. അമ്പലത്തിന് സമീപമുള്ള തൻ്റെ മഠത്തിൽ രാജകുമാരനെ താമസിപ്പിച്ചു കൊള്ളാമെന്ന് വാക്കും കൊടുത്തു. മന്ത്രികുമാരൻ ചോള രാജ്യത്തെ ലക്ഷ്യമാക്കി തൻ്റെ പ്രയാണം ആരംഭിച്ചു. ഏതാനും ദിവസങ്ങളെ എടുത്തുള്ളൂ വിശ്വവസു ചോള രാജ്യത്തെത്താൻ. പേര് കേട്ട ശില്പിയായതിനാൽ ഉത്തമനെ കണ്ടെത്താനും അധികം സമയമെടുത്തില്ല. അവർ തമ്മിൽ സംസാരിച്ചു. ഉത്തമൻ എന്ന ശില്പി പറഞ്ഞു, വാസ്തവത്തിൽ അത്തരത്തിലൊരു യുവതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു യാത്രക്കിടയിൽ ആനന്ദസ്വാമി എന്ന രത്നവ്യാപാരിയിൽ നിന്നും ഒരു നഖം വിലയ്ക്ക് വാങ്ങി. ആ നഖത്തിൻ്റെ ഭംഗി കണ്ട് ആ നഖത്തിൻ്റെ ഉടമ എങ്ങനെയിരിക്കും എന്ന് ഞാൻ സങ്കല്പിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞ രൂപമാണ് ഞാൻ ആ കൽപ്രതിമയിൽ ചാർത്തിയത്. നഖമോ? വിശ്വവസു അതിശയം പ്രകടിപ്പിച്ചു. അതെ, ഒരു സന്ധ്യാസമയത്താണ് ഞാനത് വാങ്ങുന്നത്. പത്മരാഗം പോലെയായിരുന്നു അത് കാണപ്പെട്ടത്. അടുത്ത ദിവസം പകലിലാണ് അത് ഒരു യുവതിയുടെ ചെറുവിരലിലെ നഖമാണെന്ന് മനസ്സിലായത്. പറ്റിയ അബദ്ധത്തിൽ വിഷമം തോന്നിയെങ്കിലും ഇത്രയും സുന്ദരമായ കൈനഖമുള്ളവൾ അസാധാരണ സൗന്ദര്യമുള്ളവളായിരിക്കും എന്ന് തോന്നി. അങ്ങനെ മനസ്സിൽ കണ്ടു തീർത്ത പ്രതിമയാണത്, ഉത്തമൻ പറഞ്ഞു. ഉത്തമനിൽ നിന്നും ആനന്ദസ്വാമിയുടെ വിലാസം വാങ്ങി വിശ്വവസു കുതിരപ്പുറത്തേറി യാത്രയായി.
അന്നു സായാഹ്നമാവുന്നതിന് മുമ്പ് തന്നെ അയാൾ ആനന്ദസ്വാമിയുടെ രത്നവ്യാപാര കട കണ്ടെത്തി. വിശ്വവസു ആ ശില്പിക്ക് വിറ്റ നഖത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പത്മരാഗം എന്ന് ധരിപ്പിച്ച് ശില്പിയെ കബളിപ്പിച്ചതിന് തന്നെ ചോദ്യം ചെയ്യാനെത്തിയ ന്യായാധിപനാണെന്ന് കരുതി അയാൾ പരിഭ്രമിച്ചു. പിന്നെ സത്യസന്ധമായി പറഞ്ഞു, ഞാനത് സുന്ദരവനത്തിലെ ഒരു വേടൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയതാണ്. ഒരു സന്ധ്യയ്ക്ക് പത്മരാഗ കീറ് എന്ന് ധരിപ്പിച്ചുകൊണ്ടാണ് വേടൻ എനിക്ക് അത് നൽകിയത്. 500 പണത്തിനുള്ള ധാന്യവും മറ്റ് സാധനങ്ങളും ഞാൻ അവന് വിലയായി കൊടുത്തിട്ടുണ്ട്. അതിനടുത്ത ദിവസം പകൽവെട്ടത്തിലാണ് എനിക്കത് മനസ്സിലായത് അതൊരു നഖമാണെന്ന്. ഞാനതൊരു ശില്പിക്ക് വിറ്റ് എൻ്റെ നഷ്ടം നികത്തിയെടുത്തു. മന്ത്രികുമാരൻ വ്യാപാരിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വേടൻ്റെ സ്ഥലവും അവൻ്റെ അടയാളവും പറഞ്ഞു തരൂ, എനിക്ക് അവനെ കാണണം. അതെല്ലാം വ്യാപാരിയിൽ നിന്ന് ഗ്രഹിച്ച ശേഷം അയാൾ സുന്ദരവനം ലക്ഷ്യമാക്കി നീങ്ങി. മർക്കടൻ എന്നായിരുന്നു ആ വേടൻ്റെ പേര്. വനത്തിൽ വേടകളം താമസിക്കുന്ന പ്രദേശത്തെത്തി മർക്കടനെക്കുറിച്ച് തിരക്കിയപ്പോൾ അവർ വേടനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അയാൾ എപ്പോഴും അമ്പും വില്ലുമായി പക്ഷികളെ പിടിക്കാൻ പോവുകയാണ് പതിവെന്നും പക്ഷികൾ കൂടുതലായുള്ള സ്ഥലം അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നും അവർ പറഞ്ഞു. അങ്ങനെ മന്ത്രികുമാരൻ പക്ഷികൾ ധാരാളം ഉള്ള ഇടം നോക്കി നീങ്ങിയപ്പോൾ ഒരിടത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി. രത്നവ്യാപാരി പറഞ്ഞ എല്ലാ അടയാളങ്ങളും അയാളിൽ കാണാൻ കഴിഞ്ഞു. മന്ത്രികുമാരൻ അവനോട് ഇത്തിരി കടുപ്പത്തിൽ ചോദിച്ചു, നഗരത്തിൽ രത്നവ്യാപാരിയായ ആനന്ദസ്വാമിക്ക് ഒരു നഖം നൽകിയിട്ട് രത്നമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിറ്റ വേടൻ താൻ തന്നെയല്ലേ? ഇത് കേട്ട് വേടൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ അവൻ പറഞ്ഞു, തമ്പുരാനെ, ഞാൻ ഇതുവരെ രത്നമൊന്നും കണ്ടിട്ട് പോലുമില്ല. അരശുവനത്തിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു സാധനം കിട്ടി. ഞാനത് രത്നമാണെന്ന് കരുതി രത്നവ്യാപാരിക്ക് കാണിച്ചു കൊടുത്തു. അയാളത് ഞാൻ പറഞ്ഞ വില തന്ന് വാങ്ങിക്കുകയും ചെയ്തു. അയാൾ പോലും അത് രത്നമാണെന്ന് ധരിച്ചില്ലേ? പിന്നെ രത്നം കാണാത്ത എൻ്റെ കാര്യം പറയാനുണ്ട്. നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് പറയൂ, മന്ത്രികുമാരൻ ആജ്ഞാപിച്ചു. വേടൻ പറഞ്ഞു, അരശുമലയിൽ വലിയ ഉയരം കൂടിയ മരങ്ങൾ നിൽക്കുന്ന ഒരിടമുണ്ട്. പക്ഷികൾ ധാരാളമായി പാർക്കുന്ന സ്ഥലം. അവിടെ ഒരു മരത്തിന് ചുവട്ടിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. തുടർന്ന് അവൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ മന്ത്രികുമാരൻ അരശുമലയിലേക്ക് നീങ്ങി. സന്ധ്യയോടെ അവിടെ എത്തിയ അയാൾ ഒരു മരത്തിനു കീഴെ വിഷണ്ണനായി ഇരുന്നു കൊണ്ട് ആലോചിച്ചു. മനുഷ്യവാസമില്ലാത്ത ഇവിടെ ആരോടന്വേഷിക്കും? എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ അവിടെ വെറുതെ ഇരുന്നു. സന്ധ്യാസമയമാണ്. കിളികളെല്ലാം മരക്കൊമ്പിന്മേൽ ചേക്കേറിയിട്ടുണ്ടായിരുന്നു. അയാൾ ഇരിക്കുകയായിരുന്ന മരത്തിൻ്റെ ഒരു കൊമ്പിൽ ഇരുന്നിരുന്ന ഒരു പക്ഷിക്കുഞ്ഞ് അതിൻ്റെ തള്ളയോട് ചോദിക്കുന്നത് അയാൾ കേട്ടു. അമ്മേ, ആരാണ് മരത്തിനു താഴെ വിഷമിച്ചിരിക്കുന്നത്? തള്ളപ്പക്ഷി പറഞ്ഞു, ആവോ, അയാളൊരു നിർഭാഗ്യവാനാണെന്ന് തോന്നുന്നു. രാത്രിയിൽ ഇറങ്ങുന്ന ചെന്നായ്ക്കൂട്ടത്തിൽ നിന്നും അയാൾ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ചെന്നായ്ക്കൂട്ടം വരുന്ന കാര്യം അയാളോട് പറഞ്ഞു കൊടുക്കൂ അമ്മേ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. പക്ഷിക്കുഞ്ഞുങ്ങളിൽ ഒരാൾ പറഞ്ഞു. നമ്മൾ പക്ഷികളുടെ ഭാഷ അയാൾക്ക് മനസ്സിലാവില്ല, പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കും മകളെ? തള്ളപ്പക്ഷി പറഞ്ഞു. ഇത് കേട്ട് മന്ത്രികുമാരൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാഷ എനിക്കറിയാം. നിങ്ങളിപ്പോൾ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. മുമ്പൊരിക്കൽ ഈ പരിസരത്തു നിന്നും വെട്ടിത്തിളങ്ങുന്ന ഒരു നഖം കിട്ടുകയുണ്ടായി. നിങ്ങളിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ടതായിരിക്കണം അത്. എവിടെ നിന്നുമാണ് ആ നഖം കിട്ടിയത് എന്നറിയാനാണ് ഞാൻ വന്നത്. എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഉടനെ തള്ളക്കിളി പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എങ്കിലും ഞാൻ ഞങ്ങളുടെ തലവനോട് ചോദിക്കട്ടെ, നിങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന്. തള്ളക്കിളി ഉടനെ മറ്റൊരു കൊമ്പിലേക്ക് പറന്നുപോയി. ഉടനെ തന്നെ പക്ഷികളുടെ ഒരു കളകൂജന മുഴക്കം ആരംഭിച്ചു. കുറച്ചു നേരത്തേക്ക് അത് തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ തലവൻ പക്ഷിയും മറ്റൊരു പക്ഷിയും മന്ത്രികുമാരൻ ഇരുന്ന മരത്തിൻ്റെ കൊമ്പിലേക്ക് വന്നിരുന്നു. പിന്നെ തലവൻ കിളിയുടെ കൂടെ വന്ന കിളി പറഞ്ഞു തുടങ്ങി. സാധാരണയായി അത്രയും ദൂരെ ഞങ്ങളാരും പറന്നു പോകാറില്ല. ഒരിക്കൽ ഞങ്ങൾ കൂട്ടുകാർ ഒരു പന്തയം വെച്ചു, പറക്കലിൽ ആരാണ് മുമ്പിൽ എന്നറിയാൻ. അങ്ങനെ ഞങ്ങൾ പറന്നു തുടങ്ങി. ഓരോരുത്തരും മറ്റുള്ളവരെ പിറകിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇതിനിടെ ദൂരം എത്ര പറന്നെന്നോ സമയം എത്ര കഴിഞ്ഞെന്നോ ഞങ്ങൾ അറിഞ്ഞില്ല. രാത്രിയും പകലും മാറി മാറി വന്നു. വനാതിർത്തി കടന്ന് സമുദ്രത്തിന് മുകളിലൂടെ തന്നെയായിരുന്നു 3 ദിവസം പറന്നത്. ഇതിനിടെ 1-2 ദ്വീപുകളും കടന്നുപോയി. ഒടുവിൽ 5-ാം നാൾ ഞങ്ങൾ കാഞ്ചീപുരം എന്ന വലിയ ദ്വീപിൽ അവിടുത്തെ രാജാവിൻ്റെ 7 നില മാളിക മുകളിൽ വിശ്രമിക്കുമ്പോൾ മട്ടുപ്പാവിൽ രാജാവിൻ്റെ മകളാണെന്ന് തോന്നുന്നു ഒരു സുന്ദരി വന്ന് മുടി കോതി ഇടുന്നുണ്ടായിരുന്നു. അവളുടെ ചെറുവിരലിലെ നഖാഗ്രം മുടിയിഴകളിൽ കുടുങ്ങി താഴെ വീണു. തിളങ്ങുന്ന ആ നഖാഗ്രം ഞാൻ വെറുമൊരു കൗതുകത്താൽ കൊത്തിക്കൊണ്ടുപോന്നു. പിന്നീട് അതിൽ താല്പര്യം പോയപ്പോൾ ഇവിടെ എവിടെയോ ഞാനത് ഉപേക്ഷിച്ചു. മന്ത്രികുമാരൻ ചോദിച്ചു, കാഞ്ചീപുരം ദ്വീപ് എവിടെയാണ്? അവിടെ എത്താൻ എന്താണൊരു വഴി? അതിനുത്തരം പറഞ്ഞത് തലവൻ കിളിയാണ്. ഞങ്ങൾ സാധാരണ ഇത്രയും ദൂരത്തേക്ക് പോകാറില്ല.
ഇവിടെ നിന്നും കുറച്ച് വടക്കുമാറി വലിയ മലനിരകളിൽ ഒരു പ്രാചീന ക്ഷേത്രമുണ്ട്. അതിൻ്റെ ചുറ്റും വൻ വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. അവയിൽ ഒരു ആനറാഞ്ചി പക്ഷിയും കുടുംബവും താമസിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ സഹായിച്ചെന്നിരിക്കും. ആ കിളികളോട് നന്ദി പറഞ്ഞുകൊണ്ട് മന്ത്രികുമാരനും കുതിരയും അവിടെ നിന്ന് വീണ്ടും മല കയറുവാൻ തുടങ്ങി. ഏകദേശം സന്ധ്യയോടെ വൻമരങ്ങൾ വളരുന്ന ആ വൃക്ഷ സമൂഹത്തിനടുത്ത് എത്തിച്ചേർന്നു.